നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം. പഠിച്ച കാലങ്ങളിലെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കുകയും IIT-യിൽ നിന്ന് M.Tech സിഗ്നൽ പ്രോസസ്സിംഗ് ഉയർന്ന മാർക്കോടെ പൂർത്തിയാക്കി ISRO-യിൽ ഉൾപ്പെടെ സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടും ഉള്ളിൽ ആവേശമായി രൂപപ്പെട്ടിരുന്ന സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച കർമ്മലീത സന്യാസ സഭാംഗമായ സിസ്റ്റർ മെർലിൻ പോളിന്റെ ദൈവവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സന്യസ്തർക്കും വൈദികർക്കുമെതിരെ അവഹേളന ശ്രമങ്ങളും ദുരാരോപണങ്ങളും പെരുകുമ്പോഴും ദൈവവിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് സന്യാസ വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുക തന്നെയാണ്. സന്യാസത്തിന്റെ സൗന്ദര്യവും തേജസ്സും തിരിച്ചറിഞ്ഞ് അതിൽ ആകൃഷ്ടരാകുന്നവർ ചെറുതും വലുതുമായ തങ്ങളുടെ നേട്ടങ്ങളെയെല്ലാം തൃണവത്കരിച്ചുകൊണ്ട് കൂടുതൽ മൂല്യമുള്ളതിനായി ജീവിക്കാൻ തീരുമാനിക്കുന്നുവെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സിസ്റ്റർ മെർലിൻ പോളിന്റെ ദൈവവിളി അനുഭവം. ജോർദാനിലായിരുന്നു സിസ്റ്റർ മെർലിൻ പോളിന്റെ ജനനം. ചെറുപ്പകാലം മുതൽ ഈശോയുമായി സൗഹൃദ സംഭാഷണം താൻ നടത്തുമായിരുന്നുവെന്നും ചെറുപ്പത്തിൽ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ തനിക്കുണ്ടായ അനുഭവം മറക്കാനാവാത്ത ഒന്നാണെന്നും സിസ്റ്റർ മെർലിൻ പറയുന്നു. ഒരു ദിവസം കുർബാനയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണു തുറന്ന് നിൽക്കുവാൻ, ചെറുപ്പം 1-2 ക്ലാസ് ആയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ കാണുവാണ് ഞാനിങ്ങനെ താഴേക്ക് പോകുന്ന പോലെ. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ താഴെ ഒരു പാമ്പ് കിടക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പാമ്പ് ഇങ്ങനെ വാ തുറന്നിരിക്കുന്നതായിട്ടും ഞാൻ കാണുന്നുണ്ട്. അപ്പം ഈ താഴേക്ക് ഞാൻ വീഴൂലോ, പാമ്പ് എന്നെ പിടിക്കൂലോ എന്ന് തോന്നുന്ന ആ സമയത്ത് തന്നെ ഒരു കരം, വെള്ള ഒരു ഉടുപ്പൊക്കെ ഇട്ട് ഒരു കരം വന്നിട്ട് എന്നെ അങ്ങ് പൊക്കിയെടുക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. അപ്പം അന്ന് മുതൽ ഈശോ ഒരു റിയൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് എന്ന് എനിക്ക് വളരെ വലിയ ഒരു ബോധ്യത്തിലേക്ക് ഞാൻ വന്നു. കോതമംഗലം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കുവാനായി 2007 ചേർന്നു. പഠനത്തിനിടയിൽ തന്നെ 2010 സിസ്റ്റർ മെർലിന് ഇൻഫോസിസ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് ലഭിച്ചു. തുടർന്ന് പഠിക്കുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നതിനാൽ ഹൈദരാബാദ് എയ്സ് അക്കാദമിയിൽ ഗേറ്റ് കോച്ചിങ്ങിന് ചേർന്നു. തുടർന്ന് NIT-യിൽ അഡ്മിഷൻ ലഭിച്ചു. അതോടൊപ്പം ISRO-യിൽ ലഭിച്ച അവസരവും യേശുവിനായി ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത സിസ്റ്റർ മെർലിന് ഈശോയുടെ സാന്നിധ്യം തന്റെ അനുദിന ജീവിതത്തിൽ നിരവധി തവണ അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ അതുപോലെ തന്നെ ജീവിച്ചു, അടിച്ചു പൊളിച്ച് ജീവിച്ചു. ബർത്ത്ഡേ പാർട്ടീസ് ഉണ്ടായിരുന്നു, സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു, മ്യൂസിക് ഷോസ് ഉണ്ടായിരുന്നു, ഡാൻസ് പാർട്ടീസ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ തലങ്ങളിലും ഞാൻ ഉൾച്ചേർന്നു ഇരുന്നു. എന്നാൽ എല്ലാ ഇടങ്ങളിലും ഞാൻ പോകുമ്പോഴും ഈ ക്വസ്റ്റ്യൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പം ജീവിതത്തിൽ ഒരു എൻ്റെ ഒരു ടേണിങ് ഞാൻ എടുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ 3rd ഇയർ ആയപ്പോൾ തന്നെ ഇൻഫോസിസ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഞാൻ പ്ലേസ്ഡായി. അപ്പോൾ വീട്ടുകാരെല്ലാവരും കരുതി ഇനിയിപ്പം ഒരിക്കലും ഈ സമർപ്പിത ജീവിതത്തെക്കുറിച്ചുള്ളൊരു വിളിയിലേക്ക് ഞാൻ തിരിഞ്ഞു പോകില്ല, കാരണം എൻജിനീയറിങ് കഴിഞ്ഞു, ഇനിയൊരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ പ്ലേസ്ഡ് ആയി, ഇനിയിപ്പോൾ സേഫാണ്, കുട്ടി ഇനി ഒരിക്കലും സമർപ്പിത ജീവിതത്തിലേക്ക് തിരിയില്ല എന്ന് അവർ വിചാരിച്ചു. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അപ്പോഴും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും സോഫ്റ്റ്വെയർ ഫീൽഡിനേക്കാൾ കൂടുതൽ ഞാൻ വീണ്ടും പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം എനിക്ക് കുറച്ചുകൂടി ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ജീവിതത്തിൻ്റെ ആഴം എത്രമാത്രമാണ് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ ബോധ്യം കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ BTech കഴിഞ്ഞ് ഞാൻ എയ്സ് ഹൈദരാബാദ് അക്കാഡമിയിൽ ഗേറ്റ് കോച്ചിങ്ങിന് ചേർന്നു. അപ്പം അവിടെ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വളരെ സ്മാർട്ടായിട്ട് കോമ്പറ്റീറ്റീവായിട്ട് പഠിക്കുന്നു, രാത്രി പോലും ഉറങ്ങാതെ പഠിക്കുന്നു. അപ്പോൾ അവരുടെ കൂടെ ഉൾച്ചേർന്നതുകൊണ്ട് നല്ല കോമ്പറ്റീറ്റീവായിട്ട് ഞാനും പഠിച്ചു, നന്നായി പാസ്സായി. എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു NIT-യിൽ സിഗ്നൽ പ്രോസസ്സിങ്ങിന് ജോയിൻ ചെയ്യുക. വേറൊരു കോഴ്സും ഞാൻ ഓപ്റ്റ് ചെയ്തില്ല. എനിക്ക് കാരണം അവിടുത്തെ ആ സിഗ്നൽ പ്രോസസ്സിങ് കോഴ്സിന് ചേരുക എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ NIT-യിൽ സിഗ്നൽ പ്രോസസ്സിങ്ങിന് തന്നെ ഞാൻ ജോയിൻ ചെയ്തു. NIT ക്യാമ്പസ് ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആയിരുന്നു. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം പ്രതി നമുക്ക് കേൾക്കാം കോടിക്കണക്കിന് ശമ്പളം, അതുപോലെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലക്ഷങ്ങളുടെ ശമ്പളമുള്ള പ്ലേസ്മെൻറ്റ് കഥകൾ ഇങ്ങനെ വന്നു. കൂട്ടുകാർ പലരും കോടിക്കണക്കിനുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൽ പ്ലേസ്ഡ് ആകുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട്സിൻ്റെ ക്വസ്റ്റ്യൻ, വീട്ടുകാരുടെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്, നീ എന്താണ് ട്രൈ ചെയ്യാൻ പോകുന്നത്, നീ എന്തായി തീരാനാണ് പോകുന്നതെന്നൊക്കെ. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഈശോയെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും പൊങ്ങി വരുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയിട്ടുള്ള എല്ലാത്തിനും പിന്നിൽ ഈശോ ഉണ്ടായിരുന്നു. ഏത് എക്സാം, കോമ്പറ്റീറ്റീവ് എക്സാം, എത്ര കട്ടിയുള്ള
മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും പാസ്സാകാൻ എനിക്ക് ജസ്റ്റ് ഈശോയോടൊന്ന് പറഞ്ഞാൽ മതി. വാട്ട് ഈസ് ദി ആൻസർ, എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, എന്ത് പറഞ്ഞാലാണ് അവർക്കത് ഇംപ്രസ്ഡ് ആവുക എന്നുള്ളൊരൊറ്റ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈശോ തന്ന ആ ഉത്തരം പറഞ്ഞപ്പോഴെല്ലാം എല്ലാ രീതിയിലും മികച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ലോകത്തിലുള്ള ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളെക്കാളും മികച്ചു നിൽക്കുന്നത് ഈശോ തന്നെയാണ്. ഈശോയെ സ്വന്തമാക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് എൻ്റെ ഉള്ളിൽ ഈ ഓരോ അനുഭവത്തിലും ഞാൻ അടിവര ഇടുകയായിരുന്നു. അപ്പോൾ ഈ കമ്പനീസിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നു. അതോടൊപ്പം ഞാൻ ISROയുടെ എൻട്രൻസ് എക്സാം എഴുതിയായിരുന്നു. അതിന് സെലക്ഷൻ കിട്ടി. ISRO വിളിച്ചു. പക്ഷേ ഈ ഓരോരോ ഓഫറുകൾ മുന്നോട്ട് വരുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്തോ വലുത് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു വേദനയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ പേരിലും എനിക്ക് ഈശോയെ നഷ്ടപ്പെടുത്താൻ മനസ്സില്ലായിരുന്നു. ഒന്നിൻ്റെ പേരിലും ഈശോയെ വിട്ടുകൊടുക്കുവാനും എനിക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് MTech കംപ്ലീറ്റ് ആയി. NIT പാസ്ഔട്ടായി. എക്സലൻ്റ് മാർക്സ് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ സമർപ്പിത ജീവിതത്തോടുള്ള താല്പര്യം വീട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അത്ര താല്പര്യമില്ലായിരുന്നു, വേദനയോടുകൂടിയാണ് അവരത് അംഗീകരിച്ചതെങ്കിലും എൻ്റെ ദീർഘനാളായിട്ടുള്ള ഒരുക്കം അതിന് പിന്നിലുണ്ടായിരുന്നു എന്ന തിരിച്ചറിവോടുകൂടി ഒരു സമ്മതം നൽകി. ഞാൻ ഇടുക്കി പ്രോവിൻസിലെ CMC കോൺഗ്രിഗേഷനിൽ ചേർന്നു. ഇപ്പോൾ ഇവിടെ ഈ കർമ്മലയുടെ ആ പ്രാർത്ഥനാ ചൈതന്യത്തിൽ ഈശോയോട് കൂടെ ആയിരിക്കുക, ഈശോയോടൊന്നാകുന്ന ഒരു ദൈവൈക്യ ജീവിതത്തിലായിരിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ധന്യത തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ദൈവത്തിന്റെ വിളിയുടെ സ്വരം ആത്മാവിന്റെ ആഴങ്ങളിൽ അലയടിച്ചപ്പോൾ ഈ ലോക സുഖങ്ങളും ഇന്നത്തെ ലോകം ജീവിതം വിലമതിക്കുന്നതെല്ലാം ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞവളാണ് സിസ്റ്റർ മെർലിൻ എന്ന് സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആനി പോൾ പങ്കുവയ്ക്കുന്നു. ദൈവത്തിന്റെ വിളിയുടെ സ്വരം ആത്മാവിന്റെ ആഴങ്ങളിൽ അലയടിച്ചപ്പോൾ ഈ ലോക സുഖങ്ങളും ഇന്നത്തെ ലോകം വിലമതിക്കുന്ന സ്വന്തം ഇഷ്ടങ്ങളും സമ്പത്തും ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് ധീരതയോടെ ഇറങ്ങിപ്പുറപ്പെട്ട ധന്യജീവിതം. ഏകാന്തവാസം ആഗ്രഹിച്ച്, യേശുസ്നേഹത്തിൽ ലയിച്ചിരിക്കാൻ ആഗ്രഹിച്ച് കർമ്മലയുടെ കൽപ്പടവുകൾ ചവിട്ടിക്കയറിയപ്പോഴും ദൈവവിശ്വാസവും ദൃഢനിശ്ചയവും കൈമുതലായുണ്ടായിരുന്നു. ആത്മീയ അന്ധതയിൽ കഴിയുന്ന ആധുനിക മനുഷ്യനും ഈ ലോകമായകളിൽ കുടുങ്ങിക്കഴിയുന്ന യുവതീ യുവാക്കന്മാരും തകർന്നടിയുന്ന കുടുംബ ബന്ധങ്ങളും ഒരു വെല്ലുവിളിയായി തന്നിൽ കടന്നു വന്നപ്പോൾ ആത്മരക്ഷ മാത്രമല്ല ആത്മാക്കളുടെ രക്ഷയ്ക്കായും അധ്വാനിക്കുവാൻ സിസ്റ്റർ മെർലിൻ പോൾ ദാഹിച്ചു. വചനപ്രഘോഷണ വേളകളും കൗൺസിലിംഗ് അവസരങ്ങളും കുടുംബ സന്ദർശന സാഹചര്യങ്ങളിൽ ലഭിച്ചപ്പോൾ അത്യുത്സാഹത്തോടെ ഇറങ്ങിപ്പുറപ്പെടുന്നത് ഏവർക്കും മാതൃകയായിരുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം തന്നിഷ്ടമല്ലെന്നും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ചെയ്യുന്ന ഓരോ നിസ്സാര കാര്യങ്ങളാണെന്നും സ്വന്തം ജീവിതത്തിലൂടെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രായത്തിൽ തങ്ങളെക്കാൾ കൂടുതലായിരുന്നിട്ടും അതൊന്നും കാണിക്കാതെ തങ്ങളോടൊപ്പമായിരുന്നുവെന്നും ഫോർമേഷൻ കാലഘട്ടങ്ങളിൽ സിസ്റ്റർ മെർലിന്റെ പ്രാർത്ഥനാ ജീവിതം തങ്ങൾക്ക് ഈശോയുമായി അടുക്കുവാനും ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നുവരുവാൻ സഹായകരമായെന്നും സിസ്റ്റർ മെർലിന്റെ ബാച്ചുകാരി സിസ്റ്റർ ഡാൽവിയ പറയുന്നു. ഉന്നത പഠനം കഴിഞ്ഞ് നല്ല ജോലി സാധ്യതകൾ മുന്നിലെത്തിയിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് സിസ്റ്റർ ഈ വിളിയിലേക്ക് കടന്നു വന്നത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ പ്രചോദനമായിരുന്നു. പ്രായത്തിൽ ഞങ്ങളെക്കാൾ ഏറെ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും അതിൻ്റേതായ യാതൊരു ഫോർമാലിറ്റിയും കാണിക്കാതെ സിസ്റ്റർ ഞങ്ങളോടൊപ്പം ഉൾച്ചേർന്നിരുന്നു. എല്ലാറ്റിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈ വിളിയിലായിരിക്കുന്നതിൻ്റെ സന്തോഷവും ആനന്ദവും എപ്പോഴും സിസ്റ്ററിൻ്റെ മുഖത്തുണ്ടായിരുന്നു. സന്യാസ ജീവിതത്തോട് വിശ്വസ്തത പുലർത്തുന്നതിനും പ്രത്യേകിച്ച് കർമ്മല ചൈതന്യം അതിൻ്റെ ആഴത്തിൽ സ്വന്തമാക്കുന്നതിനും എപ്പോഴും സിസ്റ്റർ പരിശ്രമിച്ചിരുന്നു. അതിലുപരി ഈശോയുമായുള്ള ഒരു ആഴമായ വ്യക്തിബന്ധം, അത് സിസ്റ്ററിൻ്റെ വാക്കുകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയും എല്ലാം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ പറ്റുമായിരുന്നു. ഫോർമേഷൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഈശോയുമായുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് വളർന്നു വരുവാൻ അത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ പ്രചോദനമായിരുന്നു. വളരെ ലേറ്റായിട്ടാണ് കടന്നു വന്നതെങ്കിലും ഏതൊരു കാര്യത്തിലും അധികാരികളോടുള്ള സിസ്റ്ററിൻ്റെ വിധേയത്വവും അനുസരണവും ഞങ്ങൾക്ക് എന്നും വലിയ മാതൃകയായിരുന്നു. കുഞ്ഞനുജത്തിമാരെ പോലെ ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിലും ഞങ്ങളിലെ ചെറിയ നന്മകളെ പോലും പ്രോത്സാഹിപ്പിച്ച് വളർത്തുന്നതിലും ശ്രദ്ധിച്ചിരുന്നു.
2014 സന്യാസ പരിശീലനം ആരംഭിച്ച സിസ്റ്റർ മെർലിൻ 2019 ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നിന്ന് തന്റെ ആദ്യവ്രത വാഗ്ദാനം സ്വീകരിച്ചു. സിസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണയും നൽകി CMC ഇടുക്കി കാർമൽഗിരി പ്രോവിൻസ് സഭാ അധികാരികളും ഒപ്പമുണ്ട്. കോതമംഗലം, കരിമണ്ണൂർ, പാറത്താഴം പോൾ ലില്ലി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ മെർലിൻ. ഒഴിവു സമയങ്ങളിൽ പരിശുദ്ധ അമ്മയോട് പ്രത്യേക മാധ്യസ്ഥം തേടി ലോകം മുഴുവനുമുള്ള സന്യസ്തർക്കും വൈദികർക്കും സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നുവരുവാനിരിക്കുന്നവർക്കു വേണ്ടിയും വിശുദ്ധമായ ദൈവവിളികൾ സഭയ്ക്ക് ലഭിക്കുവാനുമായും ദിവസവും മണിക്കൂറുകളാണ് സിസ്റ്റർ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാനുള്ളതല്ല സന്യാസം. ആരൊക്കെ ശ്രമിച്ചാലും തകർക്കാൻ കഴിയുന്ന ഒന്നല്ല അത്. കൃപ ലഭിച്ചവർക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ദൈവിക രഹസ്യമാണത്. സിസ്റ്റർ മെർലിന്റെ ദൈവവിളി അനുഭവത്തെക്കുറിച്ച് സിസ്റ്റേഴ്സിന്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ വോയിസ് ഓഫ് നട്സിന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴെ പങ്കുവച്ചിരിക്കുന്ന വാക്കുകളും വീഡിയോയും 10,000-ങ്ങളാണ് കുറഞ്ഞ സമയം കൊണ്ട് കണ്ടത്. ദൈവഹിതം തിരിച്ചറിഞ്ഞപ്പോൾ ഭാവി സ്വപ്നങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് പൗരോഹിത സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ ഏറെയാണ്. ലോകം അത്ഭുതത്തോടെ നോക്കുന്ന ആ ഗണത്തിലെ പുതിയ പേരുകാരിയാണ് സ്പാനിഷ് യുവതിയായ മോൻഡസറാത്ത് മെദീന. IT പ്രൊഫഷനുകളുടെ എല്ലാം സ്വപ്നഭൂമിയായ സിലിക്കൺ വാലി വെച്ച് നീട്ടിയ ഉന്നത പദവികളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് സന്യാസവിളി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഈ 36 വയസ്സുകാരി. ഡെലോയിറ്റ് എന്ന ബഹിരാഷ്ട്ര കമ്പനിയുടെ പാർട്ട്ണറായിരുന്ന മെദീന സിലിക്കൺ വാലിയിൽ ജെറ്റ്ലോർ എന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകയുമാണ്. ഇതിനെ പ്രശസ്ത അമേരിക്കൻ കമ്പനിയായ പേപാൽ ഒരിക്കൽ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിരുന്നു. 2 മാസ്റ്റേഴ്സ് ബിരുദങ്ങളോടൊപ്പം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട് മെദീന. സ്പെയിനിലെ കാസ്റ്റലോണിലെ സാൻ മാത്യു നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്റ്റീനിയൻ സന്യാസിനികളുടെ മിണ്ടാമഠമായ സാന്ത അന മോണസ്ട്രിയിലാണ് മെദീന അർദ്ധനിയാകുന്നത്. ഈ സന്യാസ സമൂഹത്തിലെ കന്യാസ്ത്രീമാരുടെ ജീവിതശൈലിയാണ് മെദീനയ്ക്ക് പ്രചോദനമായത്. പ്രാർത്ഥിക്കുവാനും മറ്റുമായി ഈ മഠത്തിൽ സന്ദർശനത്തിനെത്തിയിരുന്ന മെദീന കുറച്ചു ദിവസം അവർക്കൊപ്പം താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് സമർപ്പിത ജീവിതമെന്ന ആഗ്രഹം തീവ്രമായത്. പ്രാർത്ഥനയിലൂടെയും ധ്യാനാത്മക ജീവിതത്തിലൂടെയും സമർപ്പിത വിളി വിവേചിച്ചറിയാനുള്ള ദിനങ്ങളായിരുന്നു പിന്നീട്. ഇതിൽ നിർണായകമായ ആസ്പിരൻസി കാലഘട്ടത്തിലാണ് ഇപ്പോൾ മെദീന. വരുന്ന ഏപ്രിലിൽ ആസ്പിരൻസി പൂർത്തിയാകുന്നതോടെ 13 കന്യാസ്ത്രീകളുള്ള മൊണാസ്ട്രിയിൽ മെദീന സന്യാസ പരിശീലനം ആരംഭിക്കും. മെദീനയിലുണ്ടായ ദൈവവിളിയുടെ ആഴമാണ് എല്ലാം ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് സാന്ത അന മോണസ്ട്രിയിലെ സിസ്റ്റർ അസുൻഷൻ പറഞ്ഞു. തങ്ങളുടെ പ്രാർത്ഥനയിലും മറ്റും മെദീന പങ്കെടുത്ത കാര്യങ്ങൾ സ്മരിച്ച സിസ്റ്റർ അസുൻഷൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ജോലികളും പദവികളും ഉപേക്ഷിച്ച് ഇത്തരത്തിൽ സന്യാസനത്തിന് പ്രവേശിക്കുന്ന സ്ത്രീകൾ നിരവധിയാണെന്നും വ്യക്തമാക്കി. സന്യാസ പരിശീലനത്തിന് പ്രവേശിക്കും മുമ്പ് തന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സേവനമായ ലിങ്ക്ഡിനിലെ തന്റെ പ്രൊഫൈലിൽ ദൈവത്തിന്റെ ദാസി എന്ന വാക്ക് മെദീന കൂട്ടിച്ചേർത്തതും ശ്രദ്ധേയമാണ്. സന്യാസ ജീവിതത്തിന്റെ അർത്ഥവും വ്യാപ്തിയും വിളിച്ചോതുന്ന ഷോർട്ട് ഫിലിം പുറത്തിറക്കി SD സന്യാസിനി സമൂഹം. മൊഴി എന്ന പേരിൽ SD മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കിയിരിക്കുന്ന ഷോർട്ട് ഫിലിം കുറഞ്ഞ സമയം കൊണ്ട് 1000-ങ്ങളാണ് കണ്ടത്. ഹലോ, ഇതുവരെ തീർന്നില്ലേ? കുറേ നേരം ആയല്ലോ. ഏതായാലും ആ പെൺകൊച്ചിനെ കണ്ടപ്പോൾ തൊട്ട് ആളുകൂടിയൊന്നല്ല. എന്തായാലും പേര് കൊള്ളാം, മൊഴി. എൻ്റെ പേരൊക്കെ പോലെ അല്ലേ? അയ്യടാ, നിന്റെ പേരെന്താ? തന്നു. ഇത് മൊഴി. കേൾക്കുമ്പോൾ തന്നെ അല്ല സുഖമല്ലേ? സാർ വന്ന് വണ്ടി കയറി, നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അപ്പം നമുക്ക് ഇന്നും പോസ്റ്റ് തന്നെ അല്ലേ? സാറിപ്പോഴും ഈ ലോകത്തൊന്നും അല്ലല്ലോ. കുറെ നാളായല്ലോ. ഇപ്പോഴാ പെണ്ണിനെ ആലോചിച്ചിരിക്കുകയാണോ? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ചെറിയൊരു ഓർമ്മയൊന്നുമല്ലടോ. ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടാ പുള്ളിക്കാരി മുങ്ങിക്കളഞ്ഞു. എങ്ങോട്ടാ പോയെന്നോ എവിടെയാന്നോ ഒരു പിടിയില്ല. എറണാകുളം അങ്കമാലി അതിരൂപതാംഗമായ ഫാദർ നിബിൻ കുരിശെങ്കിൽ എഴുതിയ ഷോർട്ട് ഫിലിം SD സന്യാസിനി സമൂഹത്തിന്റെ ഓൾഡ് ഏജ് ഹോമായ കരുണാലയത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കരുണാർദ്ര സ്നേഹം വേദനിക്കുന്നവരും ആരുമില്ലാത്തവർക്കും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ അഗതികളുടെ സന്യാസിനി സമൂഹത്തിന്റെ എറണാകുളം പ്രോവിൻസ് അണിയിച്ചൊരുക്കിയ ഷോർട്ട് ഫിലിം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. മൊഴി
പറഞ്ഞതല്ലേ ഇവനോടെല്ലാം പറഞ്ഞിട്ട് വേണം കൊണ്ടുവരാനെന്ന്. ഇതിപ്പോ കണ്ടില്ലേ പാവം. താൻ ഇവിടെ? നീ സിസ്റ്ററോ? അമ്മയായിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴാ ഇവരുടെയൊക്കെ സ്നേഹവും വലിപ്പവും ഒക്കെ മനസ്സിലായി. പിന്നെ ഒരു തോന്നലായിരുന്നു, ഇവരെ പോലുള്ള കുറെ ആളുകളെ സ്നേഹിക്കാനുള്ളൊരു തോന്നല്. കാര്യമായിട്ട് ആരോടും ചർച്ച ചെയ്യാനൊന്നും പോയില്ല, അല്ലെങ്കിൽ ആരുണ്ടായിട്ടാ. വീട്ടിലൊരാളിങ്ങനെ തളർന്നെടുക്കുമ്പോൾ പിന്നെ ആരും വലുതായിട്ട് അടുപ്പൊന്നും കാണിക്കില്ല. എല്ലാവർക്കും അവരവരുടെ വീടൊക്കെ ഇല്ലേ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീടില്ല. ഇതാണ് ഞങ്ങളുടെ വീട്. ഇവരാണ് എന്നെ പഠിപ്പിച്ചത്. കണ്ടില്ലേ സിസ്റ്റർ ഡോക്ടർ മൊഴി. ഹലോ, നിങ്ങളിതുവരെ സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഹോ, വന്നപ്പോ എന്തായിരുന്നു, ഇപ്പൊ എന്താ പോണില്ലേ? പോടി കുഷ്മി, രണ്ടാളും കൂടി പോവാൻ നോക്ക്. വീക്കെൻഡ് ഫ്രീ ആവുമ്പം ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വരണം, ഞങ്ങളുടെ വീട്ടിലേക്ക്. ശരി, ബൈ. ദേവാലയ ഗാന ശുശ്രൂഷ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുകയാണ് ബേബി മാഷ് എന്നറിയപ്പെടുന്ന കട്ടപ്പന മുളവനാൽ ബേബി. ദേവാലയ ഗാന ശുശ്രൂഷയിൽ ഇന്നും സജീവമായി കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഗാന ശുശ്രൂഷ ചെയ്യുകയാണ് അദ്ദേഹം. ഗാന ശുശ്രൂഷ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട ബേബി മുളവലാനിനെ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പിതാവ് ആദരിച്ചു. ദൈവം തന്ന കഴിവുകൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണെന്ന ഉത്തമ ബോധ്യത്തിന്റെ ആഴമായ വിശ്വാസത്തിലാണ് ഈ സംഗീതാചാര്യൻ. സംഗീതം ദൈവാരാധനയുടെ ഭാഗമാണെന്ന തിരിച്ചറിവിൽ പ്രതിഫലിച്ച കൂടാതെയാണ് ബേബിയുടെ ദേവാലയ ഗാനശുശ്രൂഷയും സംഗീത സബരിയും. കേരളത്തിലെ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും സംഗീത പരിശീലകനായി സേവനം ചെയ്തിട്ടുള്ള അദ്ദേഹം ചങ്ങനാശ്ശേരി സംഗീത നിലയത്തിലാണ് സംഗീത സബരിയ ജീവിതവൃതമാക്കിയത്. എൻ്റെ അമ്മ പഠിപ്പിച്ച ആ താരാട്ടുപാട്ടിൻ്റെ ആ ഓർമ്മയിൽ പിന്നെ നല്ല നല്ല പാട്ടുകളൊക്കെ പാടാനും കേൾക്കുവാനും, അത് ആദ്യത്തെ എൻ്റെ അനുഭവം ഒരു സുറിയാനി കുർബാനയ്ക്ക് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾ അറിയത്തില്ല, കൈമണി അതിന് പകരം ട്രയാങ്കിൾ അത് നമ്മൾ ഉപയോഗിച്ച് കുർബാനയ്ക്ക് പങ്കെടുത്തു. ആ ഒരു തീഷ്ണതയും ആ ഒരു ദൈവാനുഗ്രഹവും ഇന്നും ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. എനിക്കതാണ് മെയിനായിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ 25 വർഷക്കാലം ചങ്ങനാശ്ശേരി രൂപതയിലും 25 വർഷക്കാലം ഈ കാഞ്ഞിരപ്പള്ളി രൂപതയിലും ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോന്നു. കേരളത്തിലെ 3 റീത്തുകളിലും പെട്ട അഭിമന്യ പിതാക്കന്മാരോട് ചേർന്ന് നിന്ന് അദ്ദേഹം ഗാനശുശ്രൂഷ നിർവഹിച്ചു. ദേവാലയ ഗാനശുശ്രൂഷയിൽ ഇന്നും സജീവ ഭാഗവാക്കായി കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ ഗാനശുശ്രൂഷ ചെയ്യുകയാണ് ബേബി മുളവനാൽ. ഈ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട അദ്ദേഹത്തെ ബുധനാഴ്ച കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു. തുടർന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ബേബി മുളവനാലിനയച്ച ആശംസാ കത്തും വൈദികർ ദേവാലയത്തിൽ വായിച്ചു. ബുധനാഴ്ച കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയുടെ ഗാനശുശ്രൂഷയ്ക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാണ് നേതൃത്വം വഹിച്ചത്. ഭാരത ക്രൈസ്തവരുടെ ഹൃദയങ്ങളിൽ സുവിശേഷത്തെ പ്രതിയുള്ള രക്തസാക്ഷിത്വത്തിന്റെ മരിക്കാത്ത ഓർമ്മകളുമായി ചരിത്രം കുറിച്ച ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിന്റെയും പറക്കമുറ്റാത്ത അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളുടെയും അരുംകൊലകളുടെ ധന്യസ്മരണകളിൽ ഭാരതസഭ. 22 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഒഡീഷയിലെ അസാമാന്യ മിഷൻ വേലയ്ക്കുള്ള സ്റ്റെയിൻസ് കുടുംബത്തിന്റെ വീരോചിത പ്രവർത്തനങ്ങൾക്ക് മതതീവ്രവാദികൾ അവരുടെ ജീവനെടുത്ത് പ്രതികാരം ചെയ്തത്. മുതൽ ഇവാഞ്ചലിക്കൽ മിഷണറി ഓർഗനൈസേഷനിൽ അംഗമായി ഇന്ത്യയിലെ ഗോത്രവംശജർക്കിടയിൽ സുവിശേഷത്തിന്റെ ജീവിക്കുന്ന അടയാളമായി വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അനേകരുടെ രക്ഷയ്ക്ക് നിദാനമായ മഹാവ്യക്തിത്വമായിരുന്നു ഓസ്ട്രേലിയക്കാരനായിരുന്ന ഡോക്ടർ ഗ്രഹാം സ്റ്റെയിൻസ്. ദരിദ്രരായ ഗോത്രവംശജർക്കിടയിലും അതിലുപരി കുഷ്ഠരോഗികൾക്കിടയിലും ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും പ്രതിരൂപമായി നിസ്വാർത്ഥ സേവനങ്ങൾ ചെയ്ത് ഭാര്യയും 3 മക്കളുമടങ്ങുന്ന കുടുംബമായി മിഷണറി വേലയിൽ ഏർപ്പെട്ടിരുന്ന ആ കർമ്മനിരത ജീവിതം ചില പ്രാദേശിക അധികാരികളുടെ അധികാരമേൽക്കോയ്മയ്ക്കും സ്വാർത്ഥ ലാഭങ്ങൾക്കും തടസ്സമായേക്കുമെന്ന ചിന്തയാൽ ഭീഷണികൾക്കും നിർബന്ധങ്ങൾക്കും വിധേയനാക്കപ്പെട്ടു. എന്നാൽ തന്നിൽ നിക്ഷിപ്തമായിരുന്ന മിഷണറി വേലയോട്
പൂർണ്ണ സമർപ്പണം പുലർത്തിയ സ്റ്റെയിൻസ് കുടുംബം കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കലും പ്രാദേശിക ഗോത്രഭാഷയിലേക്കുള്ള ബൈബിൾ വിവർത്തനങ്ങളും ഗോത്രവംശജർക്കിടയിൽ മിഷൻ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടുള്ള ജംഗിൾ ക്യാമ്പുകളും തുടർന്നു. ഒടുവിൽ 1999 ജനുവരി 22 10 വയസ്സുകാരനായ മകൻ ഫിലിപ്പിനും 6 വയസ്സുള്ള മകൻ തിമോത്തിക്കുമൊപ്പം ജംഗിൾ ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സ്റ്റെയിൻസിനെതിരെ ബജ്റംഗ് ദാൾ സംഘത്തിലെ 50ഓളം അംഗങ്ങൾ ദാരാസിംഗിന്റെ നേതൃത്വത്തിൽ ആക്രമണം തുറന്നുവിട്ടു. ക്രൂരത വിളയാടിയ ആ രാത്രിയിൽ സമാധാനമായി തങ്ങളുടെ വാഹനത്തിൽ ഉറങ്ങുകയായിരുന്ന ആ പിതാവിനെയും മക്കളെയും പുലർച്ചെയോടെ അക്രമകാരികൾ ജീവനോടെ ചുട്ടെരിക്കുകയായിരുന്നു. ഉറങ്ങാൻ കിടന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എന്നേക്കുമായുള്ള ഉറക്കത്തിലേക്കു തള്ളിയ ക്രൂരവിധി തൊടുത്തുവിട്ട ദാരാസിംഗിന് കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ പ്രതികരണം ക്രൈസ്തവ ദർശനത്തിന്റെ ഉത്തമ മാതൃകയായി അനേകരെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. അവൾ പറഞ്ഞു, "എന്റെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. എന്റെ ഭർത്താവ് എന്നെ പഠിപ്പിച്ചതും ക്ഷമിക്കാനും സഹിക്കാനുമാണ്. സ്വർഗത്തിൽ എന്റെ മക്കൾ എനിക്കായി കാത്തിരിക്കുന്നുണ്ട്. കർത്താവിന്റെ പീഡനങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കാനാണ്. അതിനാൽ എന്റെ കുടുംബത്തിന്റെ ഘാതകരോട് ഞാൻ ക്ഷമിക്കുന്നു." ഭർത്താവിന്റെ മരണശേഷവും ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തുടർന്ന ആ ധന്യ വനിതയെ 2005 പത്മശ്രീ നൽകിയും നവംബർ 2015 സാമൂഹ്യനീതിക്കായുള്ള മദർ തെരേസ മെമ്മോറിയൽ അവാർഡും നൽകി ആദരിക്കുകയുണ്ടായി. ക്ഷമയുടെയും സ്നേഹത്തിന്റെയും മിഷണറി ചൈതന്യത്തിന്റെയും ആധുനിക കാലഘട്ടത്തിലെ രക്തസാക്ഷികളായി മാറിയ സ്റ്റെയിൻസ് കുടുംബത്തിലൂടെ മരണത്തിനു മുൻപും ശേഷവും ദൈവരാജ്യത്തിന് ഭാരതസഭയിൽ വൻ കൊയ്ത്താണ് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രോഗക്കിടക്കയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധരുടെയും ചിത്രവരകളാൽ വിസ്മയലോകം കെട്ടിപ്പടുക്കിയ 13 വയസ്സുകാരനായ ഡാനിയൽ നീവ്സ് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നു. ഗുരുതര കിഡ്നി രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഡാനിയേലിന്റെ അവർ ലേഡി ഓഫ് ദ കിഡ്നീസ് എന്ന ചിത്രവും അവന്റെ നിഷ്കളങ്ക വിശ്വാസത്തിന്റെ പ്രഘോഷണമായി വാർത്തകളിൽ ഇടം നേടിക്കഴിഞ്ഞു. 8 മാസം പ്രായമുള്ളപ്പോൾ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, ലിവർ ഫൈബ്രോസിസ്, സ്പ്ലീൻ ഡിസോർഡേഴ്സ് എന്നിങ്ങനെ വിവിധ രോഗങ്ങൾക്ക് ഇരയായ ഡാനിയൽ നീവ്സ് ജീവിതത്തിന്റെ ഏറിയ പങ്കും ആശുപത്രി കിടക്കയിലാണ് ചെലവഴിക്കുന്നത്. 5-ാം വയസ്സിൽ കിഡ്നികളുടെ പ്രവർത്തനം നിലച്ചപ്പോൾ എല്ലാ ആഴ്ചയും ഹീമോഡയാലിസിസിന് വിധേയപ്പെടേണ്ട അവസ്ഥ വന്നതോടെ കുഞ്ഞു ഡാനിയൽ തന്റെ വിശ്വാസ സങ്കല്പങ്ങളെല്ലാം ചിത്രങ്ങളാക്കി പകർത്താൻ ആരംഭിക്കുകയായിരുന്നു. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധരുമടങ്ങുന്ന ഡാനിയേലിന്റെ ഹീറോകൾ പ്രായത്തെ വെല്ലുന്ന കലാവൈദഗ്ധ്യം നിറഞ്ഞ പെയിന്റിങ്ങുകളായി രൂപാന്തരപ്പെട്ടതോടെ അവയ്ക്ക് ആരാധകരും വർദ്ധിച്ചു. കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിൽ കുഞ്ഞുപ്രായത്തിൽ സ്വന്തം ചികിത്സയ്ക്ക് വേണ്ട വരുമാനമാർഗവും ഡാനിയേലിന് തന്റെ ചിത്രങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. ട്രാൻസ്പ്ലാന്റേഷനായി ഒരുങ്ങുന്ന ഡാനിയൽ തന്റെ രോഗാവസ്ഥയിൽ പരിശുദ്ധ മറിയത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ശക്തമായി വിശ്വസിക്കുന്നത് ചിത്രമായി ആവിഷ്കരിച്ചിരിക്കുന്നതും ഇതിന്റെ സൂചകമായി പരിശുദ്ധ അമ്മയ്ക്ക് അവർ ലേഡി ഓഫ് ദ കിഡ്നീസ് എന്ന ഓമനപ്പേര് നൽകിയിരിക്കുന്നതും ശിശുസഹജമായ വിശ്വാസത്തിന്റെ സജീവ അടയാളങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. 2019 കഴിഞ്ഞ ആദ്യ കുർബാന സ്വീകരണം തന്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നുവെന്ന് ഡാനിയൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കത്തോലിക്ക വിശ്വാസത്തിന്റെ ശക്തമായ പ്രഘോഷണവുമായി പ്രശസ്ത നാഷണൽ ഫുട്ബോൾ ലീഗ് താരം ഫിലിപ്പ് റിവേഴ്സ് നടത്തിയ വിരമിക്കൽ പ്രസ്താവന ശ്രദ്ധേയമാകുന്നു. തന്റെ കരിയറിലുടനീളമുണ്ടായിരുന്ന ദൈവത്തിന്റെ നടത്തിപ്പുകൾക്ക് നന്ദി പറഞ്ഞും കായിക താരങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനെ അനുസ്മരിച്ചും ഫിലിപ്പ് റിവേഴ്സ് തന്റെ ഫുട്ബോൾ കരിയറിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ഉറച്ച കത്തോലിക്ക നിലപാടുകളും ക്രൈസ്തവ സാക്ഷ്യങ്ങളുമായി അനേകം വേദികളിൽ തന്റെ വിശ്വാസ ജീവിതത്തെപ്പറ്റി പങ്കുവച്ചിട്ടുള്ള പ്രശസ്ത ഫുട്ബോൾ താരമാണ് ഫിലിപ്പ് റിവേഴ്സ്. കായിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും കൂദാശാനുഷ്ഠാനങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമായി സമയം നീക്കിവെക്കുന്നതിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. തന്റെ ഫുട്ബോൾ ജീവിതവും കളിയിലെ വീഴ്ചകളും സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തോട് ഉപമിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനശ്രദ്ധ നേടിയവയായിരുന്നു. ഔദ്യോഗികമായി താൻ ഫുട്ബോൾ മത്സര രംഗത്ത് നിന്ന് വിരമിക്കുന്ന വിവരം പ്രഖ്യാപിക്കുന്നതിന് ഇടെയാണ് അദ്ദേഹം തന്റെ വിശ്വാസത്തെക്കുറിച്ച് പരസ്യമായ പ്രഘോഷണവുമായി വീണ്ടും ശ്രദ്ധ നേടിയത്. 17 വർഷങ്ങൾക്ക് മുൻപ് കായിക താരങ്ങളുടെ മധ്യസ്ഥനായി വണങ്ങപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ദിനത്തിൽ AFC ചാമ്പ്യൻഷിപ്പിൽ ആരംഭിച്ച തന്റെ കായിക ജീവിതത്തിന് 17 സീസണുകൾക്ക് ശേഷം അതേ ദിനം തന്നെ വിരാമം കുറിക്കുന്നതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. NFL ക്വാർട്ടർ ബാക്കിൽ കളിക്കുക എന്ന തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ദൈവം
ഫുട്ബോൾ കോച്ചായി സേവനം ചെയ്യാനുള്ള തന്റെ അടുത്ത ആഗ്രഹവും പൂർത്തീകരിക്കുന്നതിൽ ഫിലിപ്പ് റിവേഴ്സ് ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്തു. 9 കുട്ടികളുടെ പിതാവും തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയുമായ ഫിലിപ്പ് റിവേഴ്സ് കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠതയും മക്കളെ ദൈവത്തിനായി വളർത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും പല വേദികളിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും തന്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന ഈ ലോകപ്രശസ്ത ഫുട്ബോൾ താരത്തിന്റെ വാക്കുകളും അന്താരാഷ്ട്ര സ്വാധീനം ചെലുത്തിയവയായിരുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രമായ വത്തിക്കാനിൽ നവസുവിശേഷവൽക്കരണ ഉപാധിയായി വിശുദ്ധ ജോൺ പോൾ II പാപ്പയുടെ പിന്തുണയോടെ ആദ്യമായി ഇന്റർനെറ്റ് സംവിധാനം കൊണ്ടുവന്ന അമേരിക്കൻ ഫ്രാൻസിസ്കൻ സന്യാസിനിയായ സിസ്റ്റർ ജൂഡിറ്റ് സോബലിൻ ആധുനിക കത്തോലിക്ക മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുന്നു. ആഗോള സഭയുമായുള്ള പാപ്പയുടെ ആശയവിനിമയ ദൂരം ലഘൂകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ചുവടുവയ്പായിരുന്നു വത്തിക്കാന്റെ ഓൺലൈൻ പ്രവർത്തനങ്ങളുടെ ആരംഭം. 25 വർഷങ്ങൾക്ക് മുൻപായിരുന്നു അമേരിക്കൻ ഫ്രാൻസിസ്കൻ സന്യാസിനിയായിരുന്ന സിസ്റ്റർ ജൂഡിത്ത് സോബേലിനെ വത്തിക്കാന്റെ ഡിജിറ്റലൈസേഷൻ എന്ന ചുമതല അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ II ഭരമേൽപ്പിച്ചത്. 1991 കമ്പ്യൂട്ടറുകളുടെ മേൽനോട്ടം ഏറ്റെടുക്കാനായി വത്തിക്കാനിൽ എത്തിച്ചേർന്ന സിസ്റ്റർ ക്രമേണ നവസുവിശേഷവൽക്കരണത്തിനുള്ള നൂതനമാർഗ്ഗങ്ങൾ ഡിജിറ്റൽ ഉപാധികളിലൂടെ വത്തിക്കാനിൽ തുറക്കുകയായിരുന്നു. 1994 ഇന്റർനെറ്റ് ആഗോളതലത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചതോടെ പരിശുദ്ധ പിതാവിന്റെ അനുമതിയോടെ വത്തിക്കാനിലും ഇന്റർനെറ്റ് ശൃംഖല സിസ്റ്ററിന്റെ മേൽനോട്ടത്തിൽ തരംഗങ്ങൾ ഉളവാക്കുകയായിരുന്നു. സുവിശേഷവൽക്കരണത്തിനുള്ള വലിയ സാധ്യതകൾ ഇന്റർനെറ്റിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന പാപ്പയുടെ ദീർഘവീക്ഷണത്തിലൂടെ സഭ സാധാരണക്കാരിലേക്ക് കൂടുതൽ വ്യാപിക്കാനിടയായെന്ന് സിസ്റ്റർ വ്യക്തമാക്കുന്നു. 1995 ക്രിസ്മസ് ദിനത്തിൽ വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആരംഭിച്ചതോടെ വത്തിക്കാൻ ഭരണകൂടത്തിന്റെ ആശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരിലേക്കും ഞൊടിനിമിഷങ്ങൾക്കുള്ളിൽ എത്തിക്കാൻ സാധിച്ചതായി സിസ്റ്റർ പറയുന്നു. ഇന്നും വത്തിക്കാൻ വെബ്സൈറ്റിന്റെ അടിസ്ഥാന രൂപഘടന സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നവയാണ്. മാർപ്പാപ്പയുടെ ഇമെയിലേക്ക് പ്രവഹിച്ച ആ കാലത്തെ സന്ദേശങ്ങൾ പാപ്പയും സഭാംഗങ്ങളും തമ്മിലുള്ള മാനസിക ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നതും ശാരീരിക അകലത്തിന്റെ പോരായ്മകളെ മറികടക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമാണെന്നും സിസ്റ്റർ ചൂണ്ടിക്കാട്ടി. നവമാധ്യമങ്ങളെയും സാങ്കേതിക വിദ്യകളെയും തെറ്റായി നിർവചിക്കാതെ അവയുടെ ആത്മീയ ഫലപ്രാപ്തി പ്രയോജനപ്പെടുത്തണമെന്ന് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിനെ ഉദ്ധരിച്ച് സിസ്റ്റർ അനുസ്മരിപ്പിക്കുകയും ചെയ്തു. ഇറ്റലിയിൽ കോവിഡ് രോഗബാധ മൂലമോ കോവിഡ് രോഗികളുമായുള്ള സമ്പർക്കം മൂലമോ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുന്ന സന്യാസിനികൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഫ്രാൻസിസ്കൻ സന്യാസ വൈദികർ നടത്തിയ വ്യത്യസ്തമായ നടപടി സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു. ഇറ്റലിയിൽ സന്യാസിനികളെയും വൈദികരെയും COVID-19 മഹാമാരി വളരെ ഗുരുതരമായാണ് ബാധിച്ചത്. നിരവധി വൈദികരും സന്യസ്തരുമാണ് കോവിഡ് മൂലം മരണത്തിന് കീഴടങ്ങിയത്. മഠത്തിലെ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവായാൽ മറ്റെല്ലാവരും സ്വയം നിരീക്ഷണത്തിൽ ക്വാറന്റൈനിൽ കഴിയേണ്ട അവസ്ഥയാണുള്ളത്. അതുമൂലം അവർക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കാറില്ല. ഇതിനൊരു പരിഹാരമായാണ് ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിലെ വൈദികരെത്തുന്നത്. സന്യാസ മഠങ്ങളുടെ മുമ്പിലെ തുറന്ന സ്ഥലത്തോ പൂന്തോട്ടങ്ങളിലോ പ്രത്യേക അനുവാദത്തോടെ ഈ ഫ്രാൻസിസ്കൻ വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ക്വാറന്റൈനിൽ കഴിയുന്ന സന്യാസിനിമാർ തങ്ങളുടെ റൂമുകളിലെ ജനാലയ്ക്കരികിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. കോവിഡ് സൃഷ്ടിക്കുന്ന കഷ്ടതകൾക്കിടയിലും ജനാലയ്ക്കരികിൽ നിന്നുകൊണ്ടെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത് ഇവർക്ക് വലിയ ആത്മീയ ആശ്വാസമാണ് പകർന്നു നൽകുന്നത്. കർത്താവിന്റെ മണവാട്ടിമാർ കർത്താവിനായി ദാഹിക്കുമ്പോൾ തങ്ങൾ എന്തു വില കൊടുത്തും അവർക്ക് കർത്താവിനെ കൊടുക്കുമെന്ന് ഫ്രാൻസിസ്കൻ വൈദികർ മഠത്തിനു മുമ്പിലെ തുറസായ സ്ഥലത്ത് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയെ പ്രതിപാദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചു. അമേരിക്കയുടെ 46ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റ ജോ ബൈഡന് ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ച് ഫ്രാൻസിസ് പാപ്പ. പുതിയ പ്രസിഡന്റിന് എല്ലാവരുടെയും പ്രത്യേകിച്ച് ദരിദ്രരും നിസ്സഹായരുമായവരുടെ അവകാശങ്ങളെ മാനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നുവെന്ന് ജോ ബൈഡൻ അയച്ച സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. തന്റെ ഉന്നത പദവി ഉചിതമായി കൈകാര്യം ചെയ്യേണ്ടതിനു വേണ്ട ജ്ഞാനവും ബലവും സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് നൽകുന്നതിനായി താൻ പ്രാർത്ഥിക്കുന്നതായും പാപ്പ കത്തിലൂടെ ജോ ബൈഡനെ അറിയിച്ചു. മാനവ കുടുംബം ഗൗരവതരമായ വിഷമസന്ധികൾ നേരിടുന്ന ഈ സമയത്ത് ഒറ്റക്കെട്ടായതും ദീർഘവീക്ഷണം പുലർത്തുന്നതുമായ പ്രതികരണങ്ങൾ ആവശ്യമായിരിക്കുന്നു. ഈ അവസരത്തിൽ താങ്കളെടുക്കുന്ന തീരുമാനങ്ങൾ നീതിക്കും സ്വാതന്ത്ര്യത്തിനും വില കൽപ്പിക്കുന്നതും എല്ലാവരുടെയും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും ദുർബലരുടെയും ശബ്ദമില്ലാത്തവരുടെയും അവകാശങ്ങളെ മാനിക്കുന്നതുമായിരിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും പാപ്പ സന്ദേശത്തിൽ പറയുന്നു. അമേരിക്കയുടെ സ്ഥാപനം മുതൽ അതിനെ ഉത്തേജിപ്പിച്ച ഉന്നതമായ രാഷ്ട്രീയ സദാചാര മതമൂല്യങ്ങളിൽ നിന്നും ശക്തി സ്വീകരിക്കുവാൻ ബൈഡന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് കഴിയുമാറാകട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. ലോകത്തിന്റെ പൊതുനന്മയെ ലക്ഷ്യമാക്കി അമേരിക്കയിലും ലോകരാഷ്ട്രങ്ങൾക്കിടയിലും പരസ്പര ധാരണയും അനുരഞ്ജനവും സമാധാനവും വളർത്താൻ താങ്കൾ നടത്തുന്ന പരിശ്രമങ്ങളെ സർവജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും ഉറവിടമായ ദൈവം വഴി നടത്തട്ടെ. ബൈഡനെയും കുടുംബത്തെയും അമേരിക്കൻ ജനതയെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.